ഹലോ കൂട്ടുകാരെ, ഇതെന്താന്ന് മനസ്സിലായോ? ഇത് കടപ്ലാഞ്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു കഷ്ണം തന്നതാണ്. അപ്പോൾ ഞാനത് അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. എടുത്ത് തീയൽ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് എന്നിട്ട് ഞാനൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഉള്ളി, 2 പച്ചമുളകും ഇച്ചിരി കറിവേപ്പില ഒക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി ചൂടാകാനായിട്ട് വയ്ക്കാവേ. അതിനകത്തോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ, ഏകദേശം ചൂടായിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാവേ. ഞാൻ കുറച്ച് കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിച്ചിരി 2 ഉണക്കമുളകും വേപ്പില കൂടെ ഇട്ട് കൊടുത്തു. അതിനകത്തിട്ട് ഉള്ളിയും പച്ചമുളകും കരിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ടേ ഇതൊന്ന് ഒരു ഏകദേശം വെന്തിട്ട് മതി നമുക്ക് കടപ്ലാഞ്ചൊക്കെ ഇട്ടാൽ മതി. കാരണം അതിന് വേവ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് കുഴഞ്ഞു പോകും. ഇച്ചിരി നമുക്കൊന്ന് ഒരു കടിക്കണ പരുവത്തിൽ കഴിക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളേ. അപ്പോൾ ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടച്ച് ഇതേ നന്നായിട്ട് ഇളക്കി നോക്കാം. നോക്കി കണ്ടു. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഞാനിനി ചക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ചക്ക ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാവേ. ഇപ്പം ഏകദേശം ഉപ്പ് മതിയായിരിക്കും എന്ന് തോന്നുന്നു. അരപ്പ് ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒന്നുകൂടെ വേകട്ടെ. ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഏകദേശം ആയി വരുന്നതേ ഉള്ളേ. അപ്പോൾ ഇത് അവിടെ നിന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അടച്ച് വെച്ച് കൊടുത്തേക്കാം, വേവട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കാം. അതായത് ചീനിച്ചിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ അതിനകത്ത് കറുത്ത് കിടക്കുന്നത് തേങ്ങയുടെ ഇതാണ് കേട്ടോ. അതിനാണ് ഇച്ചിരി വിട്ടുപോയത്, അതായത് കഴന്നു പോയ ഇച്ചിരി കഷ്ണം. അത് ഞാൻ പിന്നെ അരിയാനൊന്നും പോയില്ല. അത് ഞാൻ അതുപോലെ തന്നെ ഇളക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇളക്കി ഇച്ചിരി ആകുമ്പോൾ ഇച്ചിനകത്ത് ഇച്ചിരി ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന പോലെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഈ തേങ്ങ വറുക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ എണ്ണയൊന്നും ചേർക്കാറില്ല. കാരണം നമ്മൾ കടുക് വറുക്കുമ്പോഴല്ല എണ്ണ മാത്രമേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇതിനകത്ത് എണ്ണ ചേർക്കുന്നില്ല. കാരണം ഈ തേങ്ങയ്ക്കകത്ത് തന്നെ എണ്ണയുണ്ടല്ലോ. പിന്നെ നമ്മൾ പിന്നെയും കൂടെ എണ്ണ ഒഴിച്ച് ഇതാക്കേണ്ട കാര്യമില്ല. ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത്, ജീരകം ഞാൻ ചേർത്ത് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ കൂട്ടത്തിന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് റെഡിയാകട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ഒരു മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി മല്ലിപ്പൊടി വേണം, അല്ലെങ്കിൽ ഇച്ചിരി ഒരു ചാറ് ഇച്ചിരി കുറുകയൊന്നും ആകണമെങ്കിൽ ഇച്ചിരി മല്ലിപ്പൊടി വേണേ. ഇത് മല്ലിപ്പൊടിയും കൂടി ഇട്ടത് ചൂടായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് മുളക് പൊടി ഞാൻ ഇച്ചിരി ചേർത്തത് കേട്ടോ. മതി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാകും. കാരണം ആ കനലിൽ തന്നെ അത് ചൂടായാൽ മതി, അല്ലെങ്കിലുണ്ടല്ലോ കരിഞ്ഞു പോവുക. ഇത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആറി വരുമ്പോഴത്തേക്ക് ആറിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാതെ. ആറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അരച്ചെടുത്ത് ഏകദേശം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന് അരപ്പിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അതിന് മുമ്പായിട്ടുണ്ടല്ലോ ഞാനൊരു ഇച്ചിരി, കാരണം ഈ കടപ്ലാഞ്ചൊക്കെ ഒരു ചെറിയ മതിരിപ്പുണ്ടാവുമേ. അപ്പോൾ നമുക്ക് ഇച്ചിരി പുളി ചേർത്ത് കൊടുക്കണമെന്നല്ല, ഞാൻ ഇച്ചിരി പുളി ചേർത്തായിരുന്നേ. അത് നിങ്ങളെ കാണിക്കാൻ പറ്റുമോ കേട്ടോ. ഇച്ചിരി പുളി ചേർത്ത് കൊടുത്ത് അരപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. മതി, വെള്ളം ഇത്ര മതി. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് നല്ല പരിവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തിളച്ച് നല്ല പരിവായിട്ട് കണ്ട നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ട, എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇത്ര എണ്ണ മതി. കാരണം ഇതിനകത്ത് നമ്മൾ അഡീഷണൽ എണ്ണ ചേർക്കേണ്ട കാര്യമില്ല. കടുക് വറുക്കുമ്പോൾ എണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുക്കാൻ ഞാൻ എണ്ണ ഉപയോഗിക്കാറില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ വിവരമൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ശരി കൂട്ടുകാരെ,
നമുക്ക് ഞാൻ ഇനി അടുത്ത എന്തെങ്കിലും ഒരു കറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ കൂട്ടുകാരെ.